പൾസർ 150 കുറിച്ചുള്ള എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ്. അത് നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ അതിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ലോക്ക്ഡൗൺ മൂലം അല്ലെങ്കിൽ കൊറോണ വന്ന മൂലം ജോലി നഷ്ടപ്പെട്ടവർക്ക് ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ഹൈറിച്ച് എന്നാണ് അതിൻ്റെ പേര്. നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെ തന്നെ ഗ്രോസറീസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ അല്ല, അങ്ങനെ ഒരു ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റാണ്. അന്നേരം അതിൽ നമ്മൾ ഒരു 800 രൂപ കൊടുത്തൊരു സാധനം പർച്ചേസ് ചെയ്ത് പെർമനൻ്റ് അംഗം ആവുകയാണെങ്കിൽ പിന്നെ നമ്മളതിലേക്ക് ഓരോരുത്തർ ആൾക്കാരെ ആഡ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അക്കൗണ്ടിലേക്ക് 200 രൂപ വരുന്ന രീതിയിലാണ് ആ ഒരു ബ്രൗസർ പ്രവർത്തിക്കുന്നത്. അന്നേരം നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ നമ്പർ കാണാം. അവിടെ ചെന്ന് ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇത് 2012 മോഡൽ 150cc 4 സ്ട്രോക്ക് DTSI എയർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി 15 ലിറ്ററാണ് വരുന്നത്. ഇപ്പോൾ ഞാനിത് ഉപയോഗിക്കുന്ന തുടങ്ങിയിട്ട് 8 വർഷമായി. പിന്നെ അത്യാവശ്യം വണ്ടിക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം വണ്ടിക്ക് സ്റ്റെബിലിറ്റി ഉണ്ട്, അങ്ങനെ പാളുകയൊന്നുമില്ല. അത്യാവശ്യം ഡ്രൈവിംഗ് കംഫർട്ടും ഇത് തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ചെറിയ പ്രശ്നം പറയുകയാണെങ്കിൽ ഉരുളൻകലയിലേക്ക് വരുമ്പോൾ വണ്ടിയുടെ ബാക്ക് ടയർ ചെറുതായിട്ട് സ്കിഡായി തിരിഞ്ഞ് മാറും. പിന്നെ ഒരു 6 മാസം കൂടുമ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. വണ്ടിക്ക് എപ്പോഴും നല്ലതാണ് ഓയിൽ ചേഞ്ച് ചെയ്യുന്നത്. പിന്നെ ഒരു 1.5 വർഷം കൂടുമ്പോൾ കാർബണേറ്റർ ക്ലീൻ ആക്കുന്നതും ആ സമയത്ത് തന്നെ എയർ ഫിൽറ്ററും മാറുന്നത് നല്ലതായിരിക്കും. ടയർ എനിക്ക് ഒരു 2 വർഷം അല്ലെങ്കിൽ 2.5 വർഷമാണ് കിട്ടാറുള്ളത്. പിന്നെ ഓടാതെ കിടന്നു കഴിഞ്ഞാൽ എൻ്റെ ബാറ്ററി ഡ്രെയിൻ ആകുന്നുണ്ട്. അങ്ങനെ 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച ഉപയോഗിക്കാതെ കിടക്കുമ്പോൾ ബാറ്ററി ഡ്രെയിൻ ആയിട്ട് 2 പ്രാവശ്യം എനിക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. കറണ്ടിലെ മോണിറ്റർ ഒരു പ്രാവശ്യം മാറ്റേണ്ടി വന്നു. ഇപ്പോൾ അത് 2ാമത്തെ പ്രാവശ്യം ചെറുതായിട്ട് കംപ്ലൈൻറ്റ് ആയിട്ടുണ്ട്. പിന്നെ സ്പാർക്ക് പ്ലഗ് ഒരു വട്ടം മാറ്റിയിട്ടുണ്ട് വണ്ടിയുടെ. പിന്നെ പറയുകയാണെങ്കിൽ എൻ്റെ ഫ്യൂൽ ടാങ്ക് ആദ്യം മേടിക്കുമ്പോൾ നോക്കണം ജസ്റ്റ് ഒന്ന്. അതിൻ്റെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾ മേടിച്ചപ്പോൾ, അത് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ മഴക്കാലത്ത് ഫ്യൂൽ ടാങ്കിലൂടെ വെള്ളം കയറുകയും വണ്ടി സ്റ്റോപ്പായി പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിൻ്റെ ഞങ്ങൾക്ക് ടാങ്ക് അവർക്ക് മേടിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് നോക്കി വാങ്ങുക. പിന്നെ ചെളിയിലും ചരലിലും ഒക്കെ ബ്രേക്കിംഗ് പരമാവധി ഒഴിവാക്കുക. പ്രത്യേകിച്ച് ഫ്രണ്ടിലുള്ള ഡിസ്ക് ബ്രേക്ക് പരമാവധി ഉപയോഗിക്കാതിരിക്കുക. പുറകിലുള്ള ഡ്രം ബ്രേക്ക് പരമാവധി യൂസ് ചെയ്യുക. പിന്നെ പറയുകയാണെങ്കിൽ ഒരു 4-5 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ ഇലക്ട്രിക് പാർട്സിലൊക്കെ കുറച്ച് തകരാറ് കാണിച്ചു തുടങ്ങുന്നുണ്ട്. അതിൻ്റെ CD യൂണിറ്റ് ഇങ്ങനെ 1-2 വട്ടം ഞങ്ങൾക്ക് കംപ്ലൈൻ്റായി മാറ്റേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ബാക്ക് സീറ്റിൽ ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ ബാക്ക് സീറ്റ് കുറച്ചും കൂടി ഒരു വീതി ഉള്ളതായിരുന്നെങ്കിലും നമുക്ക് തോന്നും. പ്രത്യേകിച്ച് കുറച്ച് കട്ടറുള്ള റോഡൊക്കെ ഇവിടെയൊക്കെ പോകുമ്പോൾ അത് നമുക്ക് അനുഭവപ്പെടും. പിന്നെ ട്യൂബുള്ള ടയറായതുകൊണ്ട് ഒരു 3-4 പ്രാവശ്യം വണ്ടി പഞ്ചറായിട്ടുണ്ട്. ട്യൂബ്ലെസ് അല്ല വണ്ടിയിൽ വരുന്നത്. പിന്നെ പറയുന്നത് പുറകിലത്തെ ബ്രേക്കിൻ്റെ ലൈൻഡർ ഇപ്പം 5 വട്ടമെങ്കിലും മാറിയിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ സെൻട്രൽ സ്റ്റാൻഡ് താഴ്ന്നു നിൽക്കുന്നതുകൊണ്ട് അത്യാവശ്യം വലിയ ബമ്മൊക്കെ ചാടുമ്പോൾ അതിൻ്റെ സ്റ്റാൻഡ് ഉരയുന്നതായിട്ട് അനുഭവപ്പെടാറുണ്ട്. പിന്നെ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഈ വണ്ടി ഇപ്പോൾ അത്യാവശ്യം 55,000 മീറ്ററിൽ ഓടിയായിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മീറ്റർ കംപ്ലൈൻ്റ് ആയിട്ട് കുറച്ച് റീഡിങ് എടുത്തിട്ടില്ല. ഇപ്പോൾ ആക്ച്വൽ ഒരു 60,000 അടുത്ത് ഓടിയിട്ടുണ്ട്. പിന്നെ കമ്പനി പറയുന്ന മൈലേജ് 50 കിലോമീറ്ററാണ് പെർ ലിറ്ററിന്. നമുക്ക് ഫസ്റ്റ് ഒരു ആവറേജ് കിട്ടിക്കൊണ്ടിരുന്നത് 35 to 40 അത് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ഓടുകയാണെങ്കിൽ ഒരു 40-43 വരെ കിട്ടും. ഇപ്പോൾ ഞങ്ങൾക്കൊരു 37-40 വരെയൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ വണ്ടിക്ക് ചെറുതായിട്ടൊരു വലിവ് കുറഞ്ഞായിട്ട് തോന്നും. അത് ഇത്ര വർഷത്തെ പഴക്കമുള്ളതുകൊണ്ടായിരിക്കും. പിന്നെ സൈഡ് ഇൻഡിക്കേറ്റർ 4-5 വർഷം കഴിഞ്ഞപ്പോൾ ഒന്ന് മാറേണ്ടി വന്നു. അത് കാലപ്പഴക്കം കൊണ്ട് മാറേണ്ടി വന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഫൈനൽ അസസ്മെൻറ്റ് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല വണ്ടി. അത്യാവശ്യം ഏതൊരു സാധാരണക്കാരനും ആശ്രയിക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ്. പിന്നെ പൂർണ്ണമായ സംതൃപ്തവാന ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെന്നേ പറയുള്ളൂ. അത്യാവശ്യം വേണ്ട സംതൃപ്തിയൊക്കെ നൽകുന്ന ഒരു കുഞ്ഞു വാഹനം, ഏതൊരു സാധാരണക്കാരും ആശ്രയിക്കാൻ പറ്റിയത് നല്ലൊരു വാഹനമാണ്. അത് പലർക്കും പല അനുഭവങ്ങളായിരിക്കും അതിനെക്കുറിച്ചുള്ളത്. അത് നല്ലൊരു വണ്ടി തന്നെയാണ് പൾസർ 150. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.